വെൽക്കം ടു കോമക്സ് ട്യൂട്ടോറിയൽ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ ഏതൊക്കെയാണ് ക്ലോസ് 49ലുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിലൊരു 4 എണ്ണം എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ ബാക്കി വരുന്ന ക്ലോസസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്ലോസ് ഇൻഫർമേഷൻ ടു ഷെയർ ഹോൾഡേഴ്സ്. In the case of appointment or reappointment of a director, the shareholder must be provided with the details of director. അപ്പോൾ ബോർഡ് ഷെയർ ഹോൾഡേഴ്സിന് ഡീറ്റെയിൽസും ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു പുതുതായിട്ട് ഒരു ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീ അപ്പോയിൻറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ബോർഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തെടുക്കണം, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. Then quarterly result and presentation made by the company to analyze to be hosted on the company's website. കമ്പനിയുടെ വെബ്സൈറ്റിൽ അത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. ദ നെക്സ്റ്റ് പോയിന്റ് CEO ആൻഡ് CFO സർട്ടിഫിക്കേഷൻ. CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതേപോലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അവരുടെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസ് ആണ്. CEO, MD, manager or CFO should certify to board that they are reviewed financial statement and they present true and fair view and not misleading. ചില ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഫെയർ ആണ്, അതിലൊരു മിസ്ലീഡിങ്ങും ഇല്ല, ഫ്രോഡും വരുത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. അത് റിവ്യൂ ചെയ്ത് അത് സർട്ടിഫൈ ചെയ്യുക, അത് അങ്ങനെയുള്ള ഒരു ഫ്രോഡും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദെൻ നോ ഫ്രോഡ്സ്, ഇല്ലീഗൽ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇല്ലീഗൽ ട്രാൻസാക്ഷൻസും നോ ഫ്രോഡ്സ് ഇല്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, സർട്ടിഫൈ ചെയ്യുക. ദെൻ ദേ ഹാവ് ഇവാലുവേറ്റഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അത് സർട്ടിഫൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇവരുടെ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസ്. നെക്സ്റ്റ് ഡിസ്ക്ലോഷർ. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനുമായിട്ട് എന്തൊക്കെയാണ് ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിൻ്റെ കൂടെയൊക്കെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ഫസ്റ്റ് വൺ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. ഡീറ്റെയിൽസ് ഓഫ് ഓൾ മെറ്റീരിയൽ ട്രാൻസാക്ഷൻ വിത്ത് റിലേറ്റഡ് പാർട്ടീസ് ഷാൾ ബി ഡിസ്ക്ലോസ്ഡ് ക്വാർട്ടർലി അലോങ് വിത്ത് കംപ്ലൈൻസ് റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസുമായി അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, എല്ലാ റിലേറ്റഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ സബ്സിഡറി കമ്പനി, അതേപോലെ ഹോൾഡിംഗ് കമ്പനി, ജോയിൻറ്റ് വെഞ്ചർ കമ്പനി, അസോസിയേറ്റ് കമ്പനി, ഇവരുമായിട്ടുള്ള ട്രാൻസാക്ഷൻസൊക്കെ ക്വാർട്ടർലി ആയിട്ട് തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. അത് കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കൂടെ അതെന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യും വേണം. ഓക്കെ, ദ കമ്പനി ഷാൾ ഡിസ്ക്ലോസ് ദി പോളിസി ഓൺ ഡീലിംഗ് വിത്ത് ദ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഓൺ ഇറ്റ്സ് വെബ്സൈറ്റ് ആൻഡ് ആൾസോ ഇൻ ദി ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ കമ്പനിയുടെ പോളിസി എന്താണെന്നുള്ളത്, റിലേറ്റഡ് പാർട്ടിയുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കമ്പനിയുടെ പോളിസി എന്താണ് എന്നുള്ളത് കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, അത് പോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ടിലും അത് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഇഫ് എ കമ്പനി ഈസ് നോട്ട് ഫോളോഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ദെൻ മാനേജ്മെൻറ്റ് ഷുഡ് ഗിവ് ദ എക്സ്പ്ലനേഷൻ. അപ്പോൾ അതും ഡിസ്ക്ലോസ് ചെയ്യും. ഇപ്പോൾ കമ്പനി ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യണം, ആനുവൽ റിപ്പോർട്ടിൽ കൊടുക്കണം. അത് ഡിസ്ക്ലോസ് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷനും കൊടുക്കണം, എന്തുകൊണ്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ ഓൾ പെക്യുനറി ട്രാൻസാക്ഷൻ വിത്ത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അത് ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ഓൾ ഡയറക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോമ്പണൻറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ്. അപ്പോൾ ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർക്ക് കൊടുത്ത റെമ്യൂണറേഷനും
കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, മാനേജ്മെൻറ്റ് ഡിസ്കഷൻ അനാലിസിസ് ഷുഡ് ബി പാർട്ട് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ അനാലിസിസ് കണ്ടെയ്ൻ ഡീറ്റെയിൽസ് അബൌട്ട് ദി പാസ്റ്റ് പെർഫോമൻസ്, ഔട്ട്ലുക്ക്, ഇൻഡസ്ട്രി, സ്വോട്ട് അനാലിസിസ്, adequacy of internal control system and other development. കഴിഞ്ഞാൽ റിസ്ക് എത്രയാണ്, റിട്ടേൺ എത്രയാണ്, ഔട്ട്ലുക്ക് എങ്ങനെ, ഇൻഡസ്ട്രി എങ്ങനെയാണ്, അതിൻ്റെ സ്വോട്ട് അനാലിസിസും ഒക്കെ ഉള്ള ഒരു അത് ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു അനാലിസിസ് ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, സീനിയർ മാനേജ്മെൻറ്റ് ഷുഡ് ഡിസ്ക്ലോസ് ടു ബോർഡ് ദെയർ കോൺഫ്ലിക്റ്റ് ഓർ പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് ടു മെറ്റീരിയൽ, ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ സീനിയർ മാനേജേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യണം. എന്തിനെ പറ്റിയിട്ടാണ്? ബോർഡിൻ്റെ കോൺഫ്ലിക്റ്റും ഡയറക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റും മെറ്റീരിയൽ, ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ സീനിയർ മാനേജ്മെൻറ്റ് ബോർഡിന് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടർ ആൻഡ് സീനിയർ മാനേജ്മെൻറ്റ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഓൺ വെബ്സൈറ്റ്. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോഡ് ഓഫ് കണ്ടക്റ്റും സീനിയർ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ കോഡ് ഓഫ് കണ്ടക്റ്റ് വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റാണ് റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ report on corporate governance. A report must be a separate section on corporate governance in annual report. ഓക്കെ, അപ്പോൾ ആനുവൽ റിപ്പോർട്ടിൽ ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻസ് തന്നെ ഉണ്ടാകും. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആനുവൽ റിപ്പോർട്ടിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ടാകും. വേർ ഓൾ ദി ഡിസ്ക്ലോസർ റിഗാർഡിംഗ് ദി കംപ്ലയൻസ് ആൻഡ് നോൺ കംപ്ലയൻസ് വിത്ത് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്. അപ്പോൾ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് പറഞ്ഞു, മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഇപ്പോൾ കുറേ പറഞ്ഞില്ലേ, ഒരു 7-8 പോയിന്റ് പറഞ്ഞു. ആ പോയിന്റിലുമായി ബന്ധപ്പെട്ടുള്ള മാൻഡേറ്ററി റിക്വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ കംപ്ലയിൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യണം, അതിലുള്ള ഒരു റിപ്പോർട്ട് എന്തിൻ്റെ കൂടെ വെക്കണം, ആനുവൽ റിപ്പോർട്ടിൻ്റെ കൂടെ വെക്കണം. അതിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷനിൽ അത് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി എന്തെങ്കിലും നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യാം, അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. And a quarterly complaints report shall be given to stock exchange within 15 days from the date of closure. ക്വാർട്ടർലി ക്വാർട്ടർലി ഡേറ്റ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. ഓക്കെ, ദെൻ കമ്പനി ഷാൾ ഒബ്റ്റെയിൻ ആനുവൽ ആക്ടിവിറ്റി ആൻഡ് സർട്ടിഫിക്കറ്റ് ഫ്രം ഓഡിറ്റർ ഓർ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി അബൌട്ട് ദി കംപ്ലയിൻസ് ഓഫ് ദി ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു ഓഡിറ്ററിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയിൽ നിന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്, എന്തിന്, ഈ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് ക്ലോസ് 49 ലിസ്റ്റിംഗ് അഗ്രിമെൻ്റ് ഒക്കെ കംപ്ലയിൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അതും കൂടി അറ്റാച്ച് ചെയ്യണം ആനുവൽ റിപ്പോർട്ടിൻ്റെ കൂടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പോയിൻ്റാണ്, അത് മാൻഡേറ്ററി റിക്വയർമെൻറ്റിൽ വരുന്നതല്ല, നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റിൽ വരുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാൻഡേറ്ററി റിക്വയർമെൻറ്റിൽ ഒരു 7-8 പോയിൻ്റ് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, ദെൻ നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റിലുള്ള ഒരു പോയിൻ്റാണ് വിസിൽ ബ്ലോവർ പോളിസി. വിസിൽ ബ്ലോവർ പോളിസി എന്ന് സാധാരണ വിസിൽ ബ്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിൽ ഊത എന്നുള്ളത് തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും അപായ സൂചന ഉണ്ടെങ്കിലാണ് വിസിൽ വിളിക്കുക, അല്ലേ, വിസിലൂത. അപ്പോൾ അത് അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് തന്നെയാണ് ഇവിടെ വിസിൽ ബ്ലോവർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദ കമ്പനി മേ എസ്റ്റാബ്ലിഷ് എ മെക്കാനിസം ഫോർ എംപ്ലോയീസ് ടു റിപ്പോർട്ട് ദ മാനേജ്മെൻറ്റ് കൺസേൺ അബൌട്ട് ദി അൺഎത്തിക്കൽ ബിഹേവിയർ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എന്തെങ്കിലും അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്യാണ്ട്, എംപ്ലോയീസിന് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം. ടോപ്പ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് എന്ത്, വിസിൽ ബ്ലോവർ പോളിസി. ആൻഡ് അൺഎത്തിക്കൽ ബിഹേവിയർ ആക്ച്വൽ ഓർ സസ്പെക്റ്റഡ് ഫോർ ഓർ വയലേഷൻ ഓഫ് ദി കമ്പനീസ് കോഡ് ഓഫ് കണ്ടക്ട് ഓർ എത്തിക്സ് പോളിസി. അപ്പോൾ കമ്പനിയുടെ എത്തിക്സ് പോളിസിക്കോ കോഡ് ഓഫ് കണ്ടക്റ്റിനൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ വയലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതേപോലുള്ള അൺഎത്തിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്
ടോപ്പ് മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യിക്കാനുള്ള ഒരു മെക്കാനിസമാണ് വിസിൽ ബ്ലോവർ പോളിസി എന്നുള്ളത്. ദിസ് മെക്കാനിസം കുഡ് ആൾസോ പ്രൊവൈഡ് adequate safeguard against victimization of employees who avail the mechanism, and also provide the direct access to the chairman of the audit committee in exceptional cases. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ ആരെങ്കിലും ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫോം ചെയ്ത വ്യക്തിയെ എന്ത് ചെയ്യണം, സേഫ് ഗാർഡ് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡയറക്റ്റ് ആക്സസ് ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാനിന് എത്തിക്കാനുള്ള ഒരു ഡയറക്റ്റ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണിത്. ഓക്കെ, once established, the existence of mechanism may be appropriately communicated within the organization. അപ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷനിൽ അത് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫ്രോഡൊക്കെ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ 49 ക്ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാൻഡേറ്ററി റിക്വയർമെൻറ്റ്, നോൺ മാൻഡേറ്ററി റിക്വയർമെൻറ്റിൽ നമ്മൾ ഒരൊറ്റ പോയിൻ്റാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, വിസിൽ ബ്ലോവർ പോളിസി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ എന്ത് ചെയ്യുക, എത്തിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.